ഹേ ടീം, വെൽക്കം ടു വെൽത്ത് പേ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീക്കിലെ കുറച്ച് സ്റ്റോക്ക് പിക്സ് ആണ്. സ്വിംഗ് ട്രേഡിന് കൺസിഡർ ചെയ്യാൻ പറ്റും. എന്നാൽ പോലും ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓവറോൾ ഒരു കറൻ്റിലുള്ള ആ മാർക്കറ്റിൻ്റെയും ആ ഒരു സ്റ്റോക്കിൻ്റെയും ഒരു ഓവറോൾ പെർഫോമൻസും എല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാൻ. ഇത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് കറണ്ട് മാർക്കറ്റിൽ തന്ന കറക്ഷനും ഇപ്പോൾ ഉള്ള കീ ലെവൽസും പോയിൻറ്റ്സും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നതാണ് എൻ്റെ ഒരു സംശയം. എന്നാലും നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. മഹീന്ദ്രയുടെ ഈ ഒരു ലെവൽ ഇപ്പോൾ ഇത് 1 ഇയർ ഡെയിലി ക്യാൻഡിലാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ചാർട്ടിന് ഈ ഒരു ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 2600 ഈ ഒരു ലെവലിൽ ഒരു ഇത് തന്നിട്ട് പിന്നെ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് പിന്നെയും ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ഒരു ലെവൽ തന്നെ പിന്നെ ഇവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈൻ, ജസ്റ്റ് ഞാനൊരു ലൈൻ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ലെവലിൽ 2 തവണ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു കറക്ഷൻ വന്നിരിക്കുന്നു. അതുകൂടാതെ ഈ ഒരു ലെവൽ, ഈ ഒരു പോയിന്റ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാര്യം ഈ ഒരു സോൺ റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രീവിയസ് സപ്പോർട്ട് എടുത്തിരിക്കുന്നതും പിന്നെ ഇതിൻ്റെ ഒരു 150 മൂവിങ് ആവറേജിൻ്റെ ഈ ഒരു ഏരിയയിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ ഒരു അപ്സൈഡ് ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈക്ക് ഇവിടെ നിന്ന് ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇവിടം വരെ നമുക്കിപ്പോൾ ഒരു 3000 വരെ ഒരു 300 പോയിൻറ്റ്സിൻ്റെ അറൗണ്ട് ഒരു 300 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഈ ലാസ്റ്റ് കുറച്ച് ദിവസം കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു 150 ഇതിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് മഹീന്ദ്ര. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് തിരിച്ചു കയറുവാണ്. ഇനി നിങ്ങൾക്ക് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ, ഈ ഒരു 3200 ഈ ഒരു പോയിൻ്റ്, ഈ ഒരു ഏരിയയിൽ, ഈ ഒരു സോണിൽ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. ഇനി തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ലാർജ് ക്യാപ് സ്റ്റോക്സ്, നിഫ്റ്റി 50-ലുള്ള സ്റ്റോക്സ് മാത്രമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. കാര്യം അതാണ് ഇപ്പോൾ ഉള്ള കറണ്ട് ബിയറിഷ് മാർക്കറ്റിൽ കുറച്ചും കൂടി നമുക്ക് സേഫറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്ക് ട്രേഡിംഗ് കമ്പോണൻസ്. ബിക്കോസ് ലാർജ് ക്യാപ്പാണ്, നിഫ്റ്റി 50 ആണ് അപ്പോൾ ഡ്രിവൺ ചെയ്യുന്നത്. ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പോർഷൻ ഡ്രിവൺ ചെയ്യുന്നത് ഈ ഒരു നിഫ്റ്റി 50 സ്റ്റോക്സ് ആയിരിക്കും. സോ അതാണ് ഇതെടുക്കാനുള്ളൊരു മേജർ റീസൺ. ഇപ്പോൾ മഹീന്ദ്രയുടെ ഈ ഒരു ചാർട്ടാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ലെവൽസ് എല്ലാം ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് അത് ഏത് പോയിന്റിൽ നിന്നാണ് മേടിക്കാൻ പറ്റുക. ഇപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് മേടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ഒരു വോളിയം സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ വോളിയം ഇവിടെ ഒരു കുറച്ച് വോളിയത്തിൻ്റെ ഒരു ഇൻക്രീസ് കാണുന്നുണ്ട്. ഇപ്പോൾ പ്രീവിയസ് ഇവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിപ്പോൾ വോളിയം കൂടുതലാണ്. പക്ഷേ ഇവിടെ സെല്ലിംഗ് വോളിയം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് വോളിയം ബിൽഡ് ചെയ്ത് വരുന്നതായിട്ടൊരു ഫീൽ ഉണ്ട്. മേ ബി ചിലപ്പോൾ ഇവിടെ ഒരു സൈഡ് വേസ് പോകാനൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3200 നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും മഹീന്ദ്രയിൽ. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്ക് ട്രെൻഡ് ലിമിറ്റഡ് ആണ്. ട്രെൻഡ് ലിമിറ്റഡ് ഇപ്പോൾ നേരെ വന്ന് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു കീ ലെവലിലേക്കാണ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇത് വരച്ച് കാണിച്ചു തരാം. എപ്പോഴും ഇതൊരു സോണായിട്ട് വരയ്ക്കുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ. കാര്യം റെസിസ്റ്റൻസ് സപ്പോർട്ടാണ് ഇങ്ങനെ ഒരു സോണിൽ വരയ്ക്കുക. നേരത്തെ ഞാനിവിടെ മഹീന്ദ്രയിൽ വരച്ചത് ലൈനായിട്ടാണ്. അത് അങ്ങനെ വരയ്ക്കാതിരിക്കുന്നത് ഏറ്റവും ബെറ്റർ. ഈ ഒരു സോണായിട്ട് വരയ്ക്കുക. ഈ ഒരു സോണിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നമുക്കൊരു 150 മൂവിങ് ആവറേജിൻ്റെ ഒരു സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മിക്കവാറും ബൗൺസ് ബാക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടുതലാണ് ട്രെൻഡ് ലിമിറ്റഡ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്, 6000 ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റോക്കൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെ ഹൗ ഇറ്റ്സ് വർക്ക് എന്നുള്ളൊരു സംഭവം കാണാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിത് കംപ്ലീറ്റ്ലി ഒരു റീറ്റെയിലറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്നാണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം ഇത്ര വലിയൊരു സ്റ്റോക്ക് നിങ്ങൾക്ക് മേടിച്ചിടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും മേടിച്ചിടാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. എന്നാലും ഇതിപ്പോൾ ഒരു ടോപ്പ് തന്നത് പ്രീവിയസ്ലി ഒരു 8000 മേലെ തന്നിട്ടുണ്ട്. പിന്നെയാണ് ഇവിടെ നിന്ന് ഒരു കറക്ഷൻ വന്ന് ഇവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് കയറാൻ ഒരു ചാൻസ് കൂടുതലാണ്. കാര്യം ഇത്രയും ഒരു ഇവിടെ ഒരു സെല്ലിങ് നടക്കുന്നുണ്ട്. സെല്ലിങ് നടക്കുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഒരു വോളിയം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. വോളിയം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവ് വോളിയത്തിലാണ് സെല്ലിങ് നടക്കുന്നത്. അപ്പോൾ
ആ വോളിയം വളരെ കുറവാണ്. അപ്പോൾ ഇനി ഇവിടെ സെല്ലേഴ്സ് കുറവാണെന്നുള്ളതാണ് അതിനകത്ത് മീൻ ചെയ്യണത്. പിന്നെ ഇവിടുത്തെ ഇപ്പോൾ ഒരു വോളിയം ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതൊരു സപ്പോർട്ട് എടുത്ത് ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ച് കയറാനൊരു ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു RSIയും കൂടി നോക്കിക്കഴിഞ്ഞാൽ ബിലോ 30 ആണ്. ബിലോ 30ക്ക് താഴെ പോയിട്ടുണ്ട്. ഈ ഒരു ഓവറായിട്ട് സെല്ല് ചെയ്ത ഒരു ഫീലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സെല്ലേഴ്സ് കുറഞ്ഞും വരികയും ചെയ്യുന്നു, ഓവറായിട്ട് സെല്ലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്ത് കൂട്ടി പിന്നെ ഈ സ്റ്റോക്ക് മേളിലേക്ക് കൊണ്ടുപോകും. ടൈം എടുക്കും, പെട്ടെന്നൊന്നും ഉണ്ടാവാനൊരു ചാൻസ് കുറവാണ്. എന്നാലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ്. ദെൻ നമുക്ക് വരുന്നത് തേർഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇത് കുറച്ച് നമ്മുടെ ഗവൺമെൻറ് ബാക്ക്ഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ് ഈ പവർ ഗ്രിഡ് ഓഫ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഒരു PSU സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് വളരെ പതിയായിരിക്കും ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരിക. എന്നാലും ഈ ഒരു ഇയറിലെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് എല്ലാ PSU സ്റ്റോക്സും ഒരു 80% റിട്ടേൺസ് തന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ വർഷവും ആ ഒരു റിട്ടേൺ തരണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാനുള്ളൊരു റീസൺ, ഇപ്പോൾ ഒരു കീ ലെവലിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഞാൻ കൂടുതലും സംസാരിക്കുന്ന ഒരു മൂവിങ് ആവറേജിൻ്റെ ബേസിസിലാണ്. മൂവിങ് ആവറേജിൻ്റെ ഇത് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സോണും 200 and 150 മൂവിങ് ആവറേജിൻ്റെ ഉള്ളിൽ ഒരു സൈഡ് വേസ് കാണിക്കുന്നുണ്ട്. ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറി ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ്. ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ താഴത്തേക്ക് വരാനും ചാൻസ് ഉണ്ട്. കാര്യം ഇത്രയൊരു മൂവ്മെൻറ്റ് PSU സ്റ്റോക്സ് ഈ റീസെൻ്റ്ലി ഇത്രയും വലിയൊരു ലാർജ് മൂവ്മെൻറ്റ് തന്നിട്ടില്ല. എന്നാലും ഇത് കയറാതിരിക്കാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും അതിൻ്റെ ആ ഗ്രോത്ത്, ഇനി കയറാനുള്ളൊരു ഗ്രോത്ത് വളരെ സ്ലോ ഒരു ഗ്രോത്ത് ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഡിവിഡൻറ്റിനൊക്കെ ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ PSU പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഓവർവ്യൂ. ഇത് ഈ ഒരു പോയിന്റിൽ നിൽക്കുവാണ്, ഈ ഒരു സോണിൽ. അപ്പോൾ അതുകൊണ്ട് ഇനി തിരിച്ച് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഈ ഒരു സോണിലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മുടെ ഭാരതി എയർടെൽ, ഫോർത്ത് സ്റ്റോക്ക് നമ്മുടെ ഭാരതി എയർടെലാണ്. നേരത്തെ നമ്മൾ ട്രെൻഡ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് ഭാരതി എയർടെലിൻ്റെ ഒരു ചാർട്ട്. ഇത് തന്നിട്ട് അവർ യൂസ് ചെയ്യുക, അപ്പർ സർക്യൂട്ട് അടിച്ചിട്ട് പിന്നെ ഒരു സെല്ലിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ വോളിയം ഉണ്ട്, വോളിയം ഇല്ലെന്നല്ല. എന്നാലും ഇവിടെ ഈ ഒരു വോളിയം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേക്ക് ചെയ്യുന്ന ഒരു വോളിയമാണിത് ആക്ച്വലി. ഇനി ഇത് ഈ പോയിൻ്റ് എത്തിയിട്ട് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും. കാര്യം ഇതൊരു പൊട്ടൻഷ്യൽ സ്റ്റോക്കാണ് നമ്മുടെ Nifty 50-യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ തീമിലുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ എന്തായാലും ഇതിനൊരു തിരിച്ചൊരു കയറ്റം എന്തായാലും ഉറപ്പാണ്. ഇപ്പോൾ പിന്നെ അതിൻ്റെ ഒരു RSI നോക്കുകയാണെങ്കിൽ ഓവർസെല്ലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ബൈ ചെയ്യാൻ പറ്റിയൊരു സോണിലാണ് ഇപ്പോൾ ഭാരതി എയർടെൽ നിൽക്കുന്നത്, എയർടെലിൻ്റെ സ്റ്റോക്ക്. പിന്നെ ഈ 150 മൂവിങ് ആവറേജിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോർഷൻ ഇവിടെ നിന്ന് വേണമെങ്കിൽ ബൈ ചെയ്യാം. അതിനുശേഷം ഇത് താഴത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സോണിൽ നിന്ന് നിങ്ങൾക്ക് ബൈ ചെയ്ത് കൂട്ടാം. ഓക്കെ, എന്നിട്ട് വെയിറ്റ് ചെയ്തിരുന്നായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാര്യം Nifty 50 സ്റ്റോക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്നൊരു ക്വിക്ക് ഗ്രോത്ത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ച് സ്റ്റോക്ക് ബൈ ചെയ്യാം. കുറച്ച് നാൾ ഹോൾഡ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ ബൈ ചെയ്യാം. പെട്ടെന്ന് ഒരു 1 to 3 മന്ത്സിനുള്ളിലൊരു ഗ്രോത്ത് നിങ്ങൾ പ്രതീക്ഷിച്ച് ഇത് ബൈ ചെയ്യാതിരിക്കുക തന്നെ ചെയ്യാം മാക്സിമം. നിങ്ങൾക്കപ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവുകയുള്ളൂ. നിങ്ങൾക്ക് അതിനകത്തൊരു ചേഞ്ചസും കാണാൻ വലിയ ചാൻസ് ഉണ്ടാവില്ല. ഇനി ഇത് താഴത്തേക്ക് പോവാം, ചിലപ്പോൾ മേളിലേക്ക് കയറാം. വാട്ടെവർ നിങ്ങൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റോക്ക് ശ്രീറാം ഫൈനാൻസ് ആണ്. ശ്രീറാം ഫൈനാൻസിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിലും ഇതിപ്പോൾ ലാസ്റ്റ് അടിച്ചത് 3600 ആ ഒരു സോണിലാണ് ഇപ്പോൾ ഇതിൻ്റെ അപ്പർ സർക്യൂട്ട് അടിച്ചിട്ട് തിരിച്ചിപ്പോൾ വന്ന് നിൽക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് വോളിയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പ്രീവിയസ് വോളിയം വളരെ ഈ ഒരു റേഞ്ചിൽ വോളിയം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള വോളിയം നോക്കിക്കഴിഞ്ഞാൽ സെല്ലിംഗ് വോളിയം വളരെ കുറവാണ്. സെല്ലിംഗ് വോളിയം വളരെ കുറഞ്ഞു വന്നു. ഈ ഒരു സോണിൽ സപ്പോർട്ട് എടുത്തു. RSI നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു RSI ഓവർ സെല്ലിംഗ്
ഇങ്ങ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പൊസിഷനിലാണ് ഇപ്പോൾ ഈ ശ്രീറാം ഫൈനാൻസ് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതും കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ്. പക്ഷേ ഏത് സ്റ്റോക്ക് ആര് പറഞ്ഞാലും, ഞാൻ പറഞ്ഞാലും നിങ്ങൾ ആര് പറഞ്ഞാൽ പോലും നിങ്ങളുടേതായ ഒരു സ്വന്തമായിട്ടുള്ള ഒരു റിസർച്ച് നടത്തുക. അത് ഇപ്പോൾ അതിനുള്ള ഡിമാൻഡ് നോക്കുക. അങ്ങനെയെല്ലാം നോക്കിയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതിപ്പോൾ ഈ ഒരു ലെവലിൽ എനിക്ക് ഓക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ. ഇപ്പോൾ ഏതൊരു സ്റ്റോക്കായാൽ പോലും നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, അല്ലെ എക്സ്പെർട്ട് ആയിക്കോട്ടെ, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ ആയിക്കോട്ടെ, ഏതൊരു ലെവലിലാണെങ്കിൽ പോലും ആര് പറഞ്ഞാലും ഒരു സ്റ്റോക്ക് നേരെ പിടിച്ച് വാങ്ങാതിരിക്കുക. മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ഒരു സിറ്റുവേഷനെ ഇല്ലാതിരിക്കുക. നിങ്ങളിപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ ആ സ്റ്റോക്ക് മേടിച്ചിടുന്നതിലും ഭേദം നിങ്ങളിപ്പോൾ ആ സ്റ്റോക്കിനെ ഒന്ന് അനലൈസ് ചെയ്ത് മേടിച്ചിടുമ്പോൾ നിങ്ങൾക്കൊരു ഫീൽ കിട്ടും. സപ്പോസ് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റോക്സ് ഒന്നും നിങ്ങൾ മേടിച്ചിട്ടില്ല, നിങ്ങൾ വേറൊരു ഞാനിപ്പോൾ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു സ്റ്റോക്ക് ഈ ഒരു EMIയിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്ന RSI ഓവർ സെല്ലായിട്ടുള്ള വോളിയം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവുള്ള ഒരു സ്റ്റോക്ക് നിങ്ങൾ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കും. സപ്പോസ് ആ സ്റ്റോക്ക് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ സ്റ്റോക്ക് മേടിച്ചിട്ടു. ഇപ്പോൾ ആ സ്റ്റോക്ക് നിങ്ങൾ സ്വന്തമായിട്ട് പിക്ക് ചെയ്ത് മേടിച്ചിട്ടൊരു സ്റ്റോക്കാണ്. അത് നിങ്ങൾ മേടിച്ചിടുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്നൊരു റിട്ടേൺ, അല്ലെങ്കിൽ ഇപ്പോൾ ആ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. എനിക്കും ഒരു സ്റ്റോക്ക് റെഫർ ചെയ്യാൻ പറ്റും, എനിക്ക് അതിൻ്റെ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്താണ് നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ വേറൊരാൾ പറഞ്ഞു തന്ന് ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു വെൽത്ത് നിങ്ങളുടെ ഉള്ള വെൽത്ത് കൂടി പോവുക ചെയ്യുക. വെൽത്ത് ഇൻ ദ സെൻസ് എല്ലാ രീതിയിലും വെൽത്താണ്. കാര്യം നിങ്ങളുടെ ഒരു നോളജ് അതിൽ ഇൻക്രീസ് ആവും, നിങ്ങളുടെ മണി ഇൻക്രീസ് ആവും, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു വെൽത്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്ന ഐഡിയാസ് എടുക്കുക, കൺസെപ്റ്റ്സ് മാത്രം എടുക്കുക. സ്റ്റോക്ക് എടുത്തില്ലെങ്കിൽ യാതൊരു ഇഷ്യൂസും ഇല്ല. പിന്നെ എനിക്ക് ഇത് ബെറ്ററായിട്ട് തോന്നുന്ന സ്റ്റോക്സാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഞാൻ ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എല്ലാ സ്റ്റോക്കും ഞാൻ ബൈ ചെയ്യാറില്ല. ബിക്കോസ് എനിക്ക് ഈ കീ ലെവൽസ് ഞാൻ വാച്ച് ചെയ്യും. ഈ കീ ലെവൽസ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കും, അത് മൂവ്മെൻറ്റ് തരുന്നുണ്ടോ നോക്കും. എല്ലാ സ്റ്റോക്സും ബൈ ചെയ്യേണ്ട എനിക്ക് ആവശ്യമില്ല. ബിക്കോസ് എൻ്റെ ഓൾറെഡി പോർട്ട്ഫോളിയോ ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്തൊരു കുറച്ച് സെറ്റ് ഓഫ് സ്റ്റോക്സാണ് ഞാൻ ബൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് എനിക്കും കൂടി പഠിക്കാം, നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സ്റ്റോക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ 1-2 സ്റ്റോക്സേ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു റേഞ്ചിൽ വന്ന് നിൽക്കുന്ന കുറച്ച് സ്റ്റോക്സ് വേറെ നമുക്ക് കുറച്ചും കൂടി മൂവ്മെൻറ്റ് തരാൻ ചാൻസ് ഉള്ള ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറ് ഒരു മിഡ് ക്യാപ്പ് സ്റ്റോക്സാണ് കൂടുതലും പ്രിഫർ ചെയ്യുക. പെട്ടെന്നൊരു ക്വിക്ക് മൂവ്മെൻറ്റ് നമുക്ക് അതിനകത്ത് കിട്ടും, അതുപോലെ തന്നെ ഒരു ക്വിക്ക് ലോസും നമുക്ക് കിട്ടും. പക്ഷേ അത് എൻ്റെ സ്ട്രാറ്റജി, വാട്ട് എവർ ഇറ്റ് ടേക്സ്, അത് ലീവ് ചെയ്തേക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഒരു സ്റ്റോക്ക് നിങ്ങൾ തന്നെ റെഫർ ചെയ്യുക. ഞാൻ പറയുന്ന ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ നിങ്ങളുടെ ഒരു സ്വന്തം റിസർച്ച് നടത്തുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ബിക്കോസ് നിങ്ങൾ സ്വന്തമായിട്ട് റെഫർ ചെയ്ത് ചെയ്യുന്നൊരു കാര്യം നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും ആ കാര്യത്തിൽ. ഞാൻ അപ്പോൾ അവിടെ ചെയ്ത മിസ്റ്റേക്ക് എന്താണ്, ഞാൻ ചെയ്ത ഫോൾട്ട് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരാളുടെ അടുത്തുനിന്ന് ഇപ്പോൾ ഇൻഡിക്കേഷനൊക്കെ എടുക്കില്ലേ, ഇപ്പോൾ എല്ലാവരും ട്രേഡിങ് ഇൻഡിക്കേഷനൊക്കെ ആൾക്കാർ കൊടുക്കും. അത് യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ എന്തൊരു ഭേദമാണ് സ്വന്തമായിട്ട് ഞാനൊരു ട്രേഡ് എടുത്ത് ലോസ് ഉണ്ടാക്കുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. ബിക്കോസ് അവർ ആ ലോസിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്, ലേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ടൈം ആ ലോസിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നോക്കും. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ. അപ്പോൾ ശ്രീറാം ഫൈനാൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കും നല്ലൊരു പോയിന്റിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു വോളിയം കുറവാണ്, സെല്ലിംഗ് വോളിയം ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഒരു RSI ഓവർ സെല്ല് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കീ ലെവലിലാണ് നിൽക്കുന്നത്. 200 മൂവിങ് ആവറേജ്, അതായത് 200 പ്രീവിയസ് 200 ക്യാൻഡിൽസിനെ ഇന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ലൈനാണ് ഇത്, ഈ മൂവിങ് ആവറേജ്. അപ്പോൾ അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലൈനാണ്. അത് 1 ഇയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ലെവലിൽ നിൽക്കുന്നത് ഇത് ഇനിയിപ്പോൾ തിരിച്ച് മുകളിലേക്ക് കയറാനുള്ളൊരു ചാൻസ് ഹയർ ആണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലാർജ് ക്യാപ് സ്റ്റോക്സ് ആണ്, ഒരു ടൈം കൊടുക്കുക നമ്മൾ അതിനൊരു തിരിച്ച് കയറാനുള്ള. ഓക്കെ. പിന്നെ നമുക്ക് വേറെ 2 അഡീഷണൽ സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SBI ലൈഫ് ഇൻഷുറൻസ് ആണ്. SBIയുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ SBIനെ പറ്റി പറഞ്ഞായിരുന്നു. അത് ഒരു പോയിന്റിൽ നിന്ന് അതിപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എടുക്കാനൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു.
SBIക്ക്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ ഇത് ക്രോസ് ചെയ്ത് താഴത്തേക്ക് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട്. പക്ഷേ ഈ ഒരു സപ്പോർട്ട് നമുക്ക് അത്രയും പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. 1300 ലെവലിലൊരു സപ്പോർട്ടുണ്ട്. ഈ പ്രീവിയസ് ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലൊരു സപ്പോർട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് സോൺ എടുത്ത് മേ ബി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ഒരു ബൈ ഓപ്ഷൻ ട്രൈ ചെയ്യാൻ നോക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ഓപ്ഷനിൽ ഇതിപ്പോൾ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പിന്നെ ഈ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്രോപ്പറായിട്ടത് ഇവിടെ ഒരു കറക്റ്റ് ഒരു ഓപ്ഷൻ പിടിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ സ്റ്റോക്ക് റെഫർ ചെയ്യാതിരിക്കുക. ഞാനിപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് വന്നുകൊണ്ട് നമുക്കിവിടെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക ആദ്യം. നിങ്ങളിപ്പോൾ ഈ സ്റ്റോക്സ് ഒന്നും മേടിക്കാൻ പറയില്ല. ആദ്യം വാച്ച് ചെയ്യുക. അതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക. നെക്സ്റ്റ് ലെവലിലേക്ക് പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ റിസർച്ച് നടത്തിയതിന് ശേഷം നിങ്ങൾ ബൈ ചെയ്യുക. അങ്ങനെ ഒരു ഓപ്ഷൻ, അങ്ങനെ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ, ഒരു സിസ്റ്റമാറ്റിക്കലി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഇതിനകത്ത് ഒരു സ്വിംഗ് ട്രേഡിൽ നിങ്ങൾക്ക് ബെറ്റർ ആകാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മുടെ അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഗ്രസീം ഇൻഡസ്ട്രീസ് ആണ്. ഇതും ഇതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഇതും ചെക്ക് ചെയ്യാം. പക്ഷേ ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ ഈ രണ്ട് SBIയും ഈ സ്റ്റോക്സും നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. വാച്ച് ചെയ്ത് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക ഫർദർ മുന്നോട്ട്. അതുപോലെ തന്നെ എല്ലാ സ്റ്റോക്സും അങ്ങനെ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ മഹീന്ദ്ര പറഞ്ഞു, ട്രെൻഡ് പറഞ്ഞു, പവർ ഗ്രിഡ് പറഞ്ഞു, ഭാരതി എയർടെൽ, ശ്രീറാം ഫൈനാൻസ്. ബാലൻസ് പറഞ്ഞ രണ്ട് സ്റ്റോക്സും നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കുക. എന്നിട്ട് നിങ്ങളൊരു പേപ്പർ ട്രേഡ് പോലെ ലൈക്ക് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത് നിഫ്റ്റി 50യിലുള്ള ലാർജ് ക്യാപ് സ്റ്റോക്സ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഡിസ്കസ് ചെയ്തത് ലാർജ് ക്യാപ് സ്റ്റോക്സ് ആണ്. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇപ്പോൾ ഉള്ള മാർക്കറ്റ് സിനാരിയോയിൽ ബിയറിഷ് മാർക്കറ്റാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ആണ് ഏറ്റവും ബെറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാനും മുന്നോട്ട് അതിനെ പറ്റി കൂടുതൽ നമുക്ക് സ്റ്റോക്സ് നോക്കാനാണെങ്കിലും ചാർട്ട് നോക്കാനാണെങ്കിലും കുറച്ചും കൂടി നല്ലത് അതാണ്. ബിക്കോസ് പെട്ടെന്ന് താഴെ പോയാൽ അത് തിരിച്ച് കയറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ലൈക്ക് ഇപ്പോൾ ഒരു മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതിൻ്റെ സ്റ്റോക്ക് താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കയറും, ചിലപ്പോൾ അങ്ങനെ കിടക്കും, ചിലപ്പോൾ വർഷങ്ങളോളം. അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ഇവരാണ് മാർക്കറ്റ് ഡ്രിവൺ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇവർക്ക് കയറിയേ പറ്റുള്ളൂ. മാർക്കറ്റിനെ തിരിച്ച് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാൻ ഇവരുടെ ഒരു സപ്പോർട്ട് എന്തായാലും വേണം. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ സ്റ്റോക്സ് റെഫർ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ ഇൻപുട്സ് ഇടുക. വേറൊരാളുടെ ഇൻപുട്സിൽ നിന്ന് മാത്രം എടുക്കാതിരിക്കുക. പിന്നെ ഏതെങ്കിലും ടോപ്പിക്സിൽ നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ പുതിയ കുറച്ച് സീരീസുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ പുതിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മൾ പുതിയൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ എന്തായാലും ചാനലിൽ ഇടുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പരിഗണിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ.